ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മുടെ പാർട്ട് 1 കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഇവിടെ കമൻറ്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ട്രിവാൻഡ്രം മ്യൂസിയത്തിൻ്റെ അവിടെയാണ്, അതായത് ട്രിവാൻഡ്രം സൂ മ്യൂസിയം ഒക്കെ ഉള്ളിടത്തോട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വൈകുന്നേരം 6 മണി വരെ ടൈമുണ്ട്. ഇപ്പോൾ സമയം 3:15 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു 6 മണി വരെ ടൈമുണ്ട്. അപ്പോൾ നമുക്ക് വേറെ എവിടെയും പോകണേക്കാൾ നല്ലത് നമുക്ക് ഇവിടെ വരാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാട്ടോ വന്നത്. നമുക്ക് സൂ കാണാൻ പോവാം, അതുപോലെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ഒട്ടും ടൈമില്ല. നമ്മളെന്തായാലും സൂ കണ്ട് ഇറങ്ങുമ്പോഴും നല്ല ടൈം എടുക്കും. പിന്നെ നമുക്ക് മ്യൂസിയത്തിൻ്റെ അവിടെ ഒന്നും കയറാൻ പറ്റില്ല. അപ്പോൾ തന്നെ നമുക്ക് തിരിച്ച് പോകേണ്ട ടൈം, അമ്പലത്തിൽ പോകേണ്ട ടൈമാവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ കുറേ ഗാർഡൻ സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഗാർഡൻ സ്പേസിൻ്റെ അവിടെ എവിടെയെങ്കിലും ഇരിക്കാം. കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ട്രിവാൻഡ്രം മ്യൂസിയത്തിൻ്റെ അവിടേക്ക് എത്തി. നമ്മളിപ്പോൾ സൂവിൻ്റെ അങ്ങോട്ട് പോയില്ല, ഫസ്റ്റ് മ്യൂസിയത്തിൻ്റെ അവിടുത്തെ തന്നെയാണ് പോയത്. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു ഫ്രണ്ടേജ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ. ഞാനിവിടെ ട്രിവാൻഡ്രത്തായിരുന്നു ജോബ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ വന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സീനറി. കാരണം നല്ലൊരു പ്രത്യേക വൈബാണ് ഇവിടെ വരുമ്പോൾ തന്നെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുന്നത്. നമ്മളങ്ങനെ ഗാർഡൻ സ്പേസിൻ്റെ അങ്ങോട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പട്ടിക്കുട്ടീനെ കണ്ടു കേട്ടോ. അത് നല്ല വിശന്ന് വലഞ്ഞ് നടക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ 2 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് വിശന്നിട്ട് കുറേ നേരം അവരുടെ അടുത്ത് പോയെങ്കിൽ അവരൊന്നും കൊടുത്തില്ല. അപ്പോൾ ഞാൻ അമ്മേനോട് പറയുമ്പോൾ അമ്മ പറഞ്ഞു നമ്മളതിൽ ബിസ്ക്കറ്റ് ഇരിക്കണ്ടല്ലോ, അപ്പോൾ അതിനെ കൊടുക്കുക, അതിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിച്ച് അതിന് ഫുഡ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വിശന്ന് വലഞ്ഞ് നടക്കണുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ സങ്കടമല്ലേ, അപ്പോൾ നമുക്ക് പറ്റുന്നത് നമുക്ക് ഇതിൽ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കൊടുത്തു. അപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഇട്ടാണ് കൊടുത്തത്, അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തില്ല. നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ അത് വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോയിട്ടോ. നമ്മൾക്ക് പറ്റുന്ന പോലെ ഇവരൊക്കെ എന്തെങ്കിലും ഒരു നേരമെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന പുണ്യം നമുക്ക് വേറെ ഒന്നിനും കിട്ടില്ല. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇങ്ങനെ ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക. പിന്നെ നമ്മൾ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ മേടിക്കാൻ പോയി. അപ്പം 2 വെജ് കട്ട്ലേറ്റ് അതുപോലെ കോൾഡ് കോഫി ആട്ടോ മേടിച്ചത്. അപ്പോൾ അമ്മയും ഞാനും ചേട്ടനും അങ്ങനെ അത് കഴിക്കുകയാണ്. കുഴപ്പമില്ല, അത്രയും നല്ല ഫുഡല്ല. ഇവിടെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അത്രയും നല്ല ഫുഡല്ല, ഞങ്ങൾ ഓക്കെ ആയിട്ടുള്ളൊരു ഫുഡാണ്. ഏട്ടന് ഞാൻ ഇങ്ങനെ തരട്ടെ, ആ എക്സ്പ്രഷൻ കിട്ടിയേ കട്ട്ലേറ്റ് ആസ്വദിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ടൈം നോക്കി. ഇപ്പോൾ 6:15. അപ്പോൾ ടൈം വളരെ ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 6 o'clock ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ 6:15 ആയി. അപ്പോൾ നമുക്കിനി ഒട്ടും സമയമില്ല. കാരണം നമുക്കിനി പഴവങ്ങാടി ക്ഷേത്രത്തിൽ പോകണം, അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം. ഈ 2 അമ്പലത്തിൽ പോകാനുള്ളതാണ്. അപ്പോൾ ക്യൂവും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും ഈ 2 അമ്പലത്തിലും. അപ്പോൾ നമുക്ക് നേരത്തെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇരുന്നതാണ്. എന്തായാലും ടൈം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ഓട്ടോ വിളിച്ചിട്ട് ഇനി ഒട്ടും ടൈമില്ല ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഇവിടെ നിന്ന് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് അങ്ങോട്ട് പോവാണ്. അപ്പം ഞാൻ 4 മാസങ്ങൾക്ക് ശേഷമായിട്ട് വീണ്ടും ട്രിവാൻഡ്രത്തേക്ക് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെയായിരുന്നു ഞാൻ ജോബ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 4 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ചു വരുന്നത്. എനിക്ക് ഒരു പ്രത്യേകത ഒരു ഹാപ്പിനെസ് ആയിരുന്നു. കാരണം എനിക്ക് ഇവിടെ വിട്ടു പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. വീണ്ടും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫൈനലി പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ വന്നു. ഞാൻ ഇതുവരെ പഴവങ്ങാടി ക്ഷേത്രത്തിൽ വന്നിട്ടില്ല, ഇവിടെ ട്രിവാൻഡ്രത്ത് ഉണ്ടായിട്ടും വന്നിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ചേട്ടനും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയതിൽ വളരെയധികം ഒരു അനുഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ പഴവങ്ങാടി ക്ഷേത്രത്തിൽ കയറുകയാണെങ്കിൽ നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കണമല്ലോ. ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് ഇവിടെ കയറുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി വേറെ പുറത്തുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി നമ്മൾ അമ്പലത്തിൽ പോയി വന്നിട്ട് ഉള്ള ബാക്കി ഇത് കാണാം. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വന്നു. അത്യാവശ്യം തിരക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കയറുന്നത്, എൻ്റെ മനസ്സ് നിറഞ്ഞു. കാരണം ഇത്രയും നാളെത്തി ഞാൻ ഗണപതിനെ കാണാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ വിഘ്നേശ്വരൻ്റെയൊക്കെ തൊഴുത് നമ്മൾ ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് പിന്നെ എപ്പോഴും വരാറുള്ളതാണ്. കാരണം ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ടൈമിൽ ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു അമ്പലമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. കാരണം ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ. അതും ഈ സന്ധ്യ സമയത്താകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ സൈഡിൽ കുഞ്ഞു കുഞ്ഞു കുറേ സ്ട്രീറ്റ് ഫുഡുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേക്കും ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡിൻ്റെ അവിടെയൊക്കെ പോയി നമ്മുടെ മസാലപ്പൂരി അങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ മേടിക്കാറുണ്ട് കേട്ടോ. അതൊരു പ്രത്യേകത ഒരു ഇതല്ലേ. അങ്ങനെ കൂടുതലും ഞങ്ങൾ ഈ സന്ധ്യ സമയത്താണ് വരാറ്. കാരണം ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ പത്മനാഭൻ്റെ ആ ഒരു പ്രൗഢിയും എല്ലാം കാണാൻ
ഒരു പ്രത്യേകത ഭംഗിയില്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീണ്ടും ആഫ്റ്റർ ഒരു 4 മന്ത്സിന് ശേഷം ഞാൻ വീണ്ടും പത്മനാഭൻ്റെ അടുത്തേക്ക് വന്നേക്കുവാണ്. അപ്പോൾ നമുക്കിനി ബാഗും കാര്യങ്ങളെല്ലാം ഇവിടെ ക്ലോക്ക് റൂമിൽ കൊടുക്കണം. ഇവിടെ ഫോണും ബാഗും ഒന്നും അലോഡ് അല്ല. അപ്പോൾ ഇതെല്ലാം ക്ലോക്ക് റൂമിൽ കൊടുക്കണം. അപ്പോൾ ഗൗൺ ഇട്ടത് കൊണ്ട് എനിക്ക് മിക്കവാറും മുണ്ട് കൊടുക്കേണ്ടി വരും. അമ്മ ചുരിദാറാണ്, അപ്പോൾ അമ്മയ്ക്ക് ഓൾറെഡി ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഗൗൺ ആയതുകൊണ്ട് വേണ്ടെന്ന് വിചാരിച്ച് കൊണ്ടുവന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ ഗൗണിൻ്റെ മുകളിൽ ഇടേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി അതൊക്കെ എടുക്കണം. ഞാൻ ഇതിനു മുന്നേ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ആ ടൈമിലൊക്കെ ഞാൻ സ്കേർട്ടും ടോപ്പ് ഇട്ടുകൊണ്ട് വന്നായിരുന്നു. അപ്പം നമുക്കങ്ങനെ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഗൗൺ ഇട്ടുകൊണ്ട് വന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ മുണ്ട് കൊടുക്കണം എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ നമ്മളെന്തായാലും കയ്യിൽ ഒരെണ്ണം എക്സ്ട്രാ കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തിൽ തൊഴുതൊക്കെ വന്നിട്ട് നല്ല തിരക്കായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3.5 മണിക്കൂറെങ്കിലും ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ സുഖമായിട്ട് പത്മനാഭനെ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത് കേട്ടോ. നമ്മുടെ ട്രെയിൻ വന്നിട്ട് 11 മണിക്കാണ്. അപ്പോൾ നമുക്കിനി അവിടെ പോയി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം നമുക്ക് ഇരിക്കാനുള്ള ടൈമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. നമ്മുടെ എൻക്വയറിയുടെ അവിടത്തേക്ക് പോവാം കേട്ടോ. നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടൈം കറക്റ്റൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അങ്ങനെ ട്രിവാൻഡ്രത്ത് വന്ന എല്ലാ കാര്യങ്ങളും നടന്നു കേട്ടോ. എൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം നടന്നു. അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ വന്ന് എല്ലാം പ്രാർത്ഥിച്ചു, എല്ലാം നടന്നു. ഇനി ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ വന്നേ പിന്നെ നമുക്ക് 8ൻ്റെ പണി കിട്ടി. കാരണം നമ്മുടെ ട്രെയിൻ വന്നിട്ട് ഡിലേ ആണ്. 11 മണിക്ക് വരേണ്ട ട്രെയിൻ വെളുപ്പിന് 3 മണിക്കാണ് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേറെ ഒരു വഴിയില്ല. വെളുപ്പിന് 3 മണി വരെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അത് എനിക്ക് തോന്നുന്നു തിരുനെൽവേലി അവിടെ നിന്ന് വരുന്ന ട്രെയിനാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടുന്ന പോലും ഉറപ്പില്ല. അപ്പം നമ്മളിനി KSRTCക്ക് പോകേണ്ടി വരും. അങ്ങനെ നമ്മൾ ഇനി KSRTC സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടേക്ക് പോകണം. ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ KSRTC സ്റ്റാൻഡ്. അപ്പോൾ നമുക്കിനി KSRTC സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് പോകണം. പിന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞു. ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ രാവിലെ തൊട്ട് ഫുൾ വെജ് ആയതുകൊണ്ട് നൈറ്റ് അതുകൊണ്ട് ചിക്കൻ ബിരിയാണി കഴിച്ചു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ KSRTC സ്റ്റാൻഡിൽ പോയിട്ടോ. അപ്പോൾ ഇനി 7-8 മണിക്കൂറാണ് നമുക്ക് യാത്ര. ഇവിടുന്ന് 11:30 ബസ് കയറിയാൽ നമ്മൾ നാളെ 5 മണിയൊക്കെ ആകുമ്പോൾ എത്തുള്ളൂ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയാണ് ഈ KSRTCയിൽ ഇത്രയും മണിക്കൂർ ട്രാവൽ ചെയ്ത് പോകുന്നത്. ഭയങ്കര ബോഡി പെയിനൊക്കെ ആവില്ലേ. അപ്പോൾ നമുക്ക് 8ൻ്റെ പണി കിട്ടിയ കൂടി ഒരു യാത്രയും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വന്നിട്ട്.